നമ്മുടെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതിനാൽ തന്നെ വർഷങ്ങളായി ഒരുപാട് ഡെവലപ്പിംഗ് പ്രോജക്ട്സും നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം എത്താനും ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഉയർത്താനുമായി സഹായകമാവുന്ന ഹൈസ്പീഡ് റെയിൽവേ, ഹൈവേ, പോർട്സ് എന്നിങ്ങനെ ഒട്ടേറെ ഡെവലപ്മെന്റ്സ് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വളർച്ചയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ടോപ്പ് 5 മെഗാ പ്രോജക്ട്സ് എന്തൊക്കെയെന്നാണ്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായി ഉള്ളത് നവി മുംബൈ എയർപോർട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് മുംബൈ. നിലവിൽ ഇവിടത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ഏകദേശം 50 മില്യൺ പാസഞ്ചേഴ്സ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാരാജ് എയർപോർട്ടാണ്. പുതിയതായി നവി മുംബൈ സിറ്റിയിലാണ് നവി മുംബൈ എയർപോർട്ട് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. ഏകദേശം $2 മില്യൺ ഇതിന്റെ നിർമ്മാണ ചിലവായി കണക്കാക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. 2025 പൂർത്തിയാക്കുന്ന ഒന്നാം ഘട്ടത്തോടെ ഏകദേശം 25 മില്യൺ പാസഞ്ചേഴ്സിനും 2032 പൂർത്തിയാക്കുന്ന രണ്ടാം ഘട്ടത്തോടെ ഏകദേശം 90 മില്യൺ പാസഞ്ചേഴ്സിനും ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 11.6 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ 3 ടെർമിനൽസും ഒരു കാർഗോ ടെർമിനലുമാണ് ഇവിടെ വരാനിരിക്കുന്നത്. രണ്ടാമതായി ഉള്ളത് കാശ്മീർ വാലിയാണ്. ഏകദേശം $1.2 ബില്യൺ ചിലവിൽ സെഡ്മോർ ടണൽ, സോജില ടണൽ എന്നിങ്ങനെ 2 ടണലുകളാണ് നിർമ്മിക്കാനിരിക്കുന്നത്. കാശ്മീർ വാലിയും ലഡാക്കും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 6.5 കിലോമീറ്റർ നീളമുള്ള സെഡ്മോർ ടണൽ 2024 14 കിലോമീറ്റർ നീളമുള്ള സോജില ടണൽ 2026 തുറക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 35,000 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലുള്ള ഈ നിർമ്മാണം 2020 ആരംഭിച്ചത്. ലോകത്തെ തന്നെ ഏറ്റവും പ്രയാസമേറിയതും അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ളതുമായ ഒരു ടണലാണിത്. മൂന്നാമതായി ഉള്ളത് ബുള്ളറ്റ് ട്രെയിൻ ആണ്. പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിൽ അഹമ്മദാബാദും മുംബൈയും തമ്മിൽ കണക്ട് ചെയ്യാനാണ് നിർമ്മിക്കുന്നത്. ഏപ്രിൽ 2020 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണം 2027 കൂടി 352 കിലോമീറ്റർ സ്ട്രെച്ച് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 സൂറത്തിനും ബിലിമോറയ്ക്കും ഇടയിൽ 50 കിലോമീറ്റർ സ്ട്രെച്ച് തുറക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം. $24 ബില്യൺ ഇതിന്റെ നിർമ്മാണ ചെലവ്. നാലാമതായി വരുന്നത് ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ ആണ്. ഏകദേശം $90 മില്യൺ ഇതിന്റെ നിർമ്മാണ ചെലവ്. 9 മേജർ ഇൻഡസ്ട്രിയൽ സോണിൽ ഉൾപ്പെടുന്ന 200 മുതൽ 250 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ കോറിഡോർ നിർമ്മിക്കുക. 1506 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ പാത, 3 പോർട്ട്, 6 എയർപോർട്ട്, 4000 വാട്ട് മെഗാ പ്ലാന്റ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ കോറിഡോർ. വിവിധ ഇന്ത്യൻ കമ്പനികളെയും ജപ്പാൻ ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അഞ്ചാമതായി ഉള്ളത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റായ ഭാരത്മാല പ്രോജക്റ്റ് ആണ്. ഏകദേശം 26,000 കിലോമീറ്ററാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഡൽഹി മുംബൈ കോറിഡോറിൽ പറഞ്ഞ ഹൈവേ ഡെവലപ്മെന്റ് ഈ പദ്ധതിയുടെ കീഴിലാണ് വരുന്നത്. ഈ പ്രോജക്റ്റിന്റെ വരവോടുകൂടി ഡൽഹി മുതൽ മുംബൈ വരെയുള്ള യാത്രാ ദൈർഘ്യം 24 മണിക്കൂറിൽ നിന്നും ഏകദേശം 12 മണിക്കൂറായി കുറയും. രാജ്യത്തിന്റെ എക്കോണമി ഉയർത്തുന്നതിന് പുറമെ റോഡുകളുടെ നിലവാരം വലിയ തോതിൽ ഉയർത്തുക എന്നതുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. $127 മില്യൺ ഇതിന്റെ നിർമ്മാണ ചെലവ്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കുവഹിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില പ്രോജക്റ്റുകൾ. ഇതിനു പുറമെ പോർട്ടുകൾ, 5G, സ്പേസ് എന്ന് തുടങ്ങി നിരവധി മേഖലകളിലും ഡെവലപ്മെന്റുകൾ നടക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നത് ഇന്ന് നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന പല ഫോറിൻ രാജ്യങ്ങളെയും പോലെ വളർന്ന ഇന്ത്യ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.